കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയുടെ ജാമ്യം നടപ്പാക്കണമെന്ന അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പൾസർ സുനിയുടെ അപേക്ഷ പരിഗണിക്കുന്നത്. നടപടിക്രമങ്ങളുടെ ഭാഗമായി പൾസർ സുനിയെ ഹാജരാക്കാൻ വിചാരണ കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിക്കും. ഇതനുസരിച്ച് ഉച്ചയോടെ പൾസർ സുനിയെ കോടതിയിൽ ഹാജരാക്കും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ പൾസർ സുനിക്ക് വൈകിട്ടോടെ എറണാകുളം സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം. ശ്യാം ദേവരാജ് നൽകും വിശദാംശങ്ങൾ. ശ്യാം, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഈ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയുടെ ജാമ്യം നടപ്പാക്കണമെന്ന അപേക്ഷ കോടതി പരിഗണിക്കും. എപ്പോഴായിരിക്കും അങ്ങനെയെങ്കിൽ കോടതി ഈ വിഷയം പരിഗണിക്കുക? സൈഫുന്നിസയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. സൈഫുന്നിസ സൂചിപ്പിച്ചതുപോലെ ഈ കോടതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ എപ്പോഴായിരിക്കും പരിഗണിക്കുക? അങ്ങനെയെങ്കിൽ സുനി ഇന്ന് തന്നെ പുറത്തിറങ്ങും എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? സൈഫുന്നിസ. ഗുഡ് മോർണിംഗ് തുളസി. മറ്റു തടസ്സങ്ങളില്ലെങ്കിൽ പൾസർ സുനിക്ക് ഇന്ന് തന്നെ പുറത്തിറങ്ങാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി പൾസർ സുനിക്ക് നടിയെ ആക്രമിച്ച കേസിൽ 7.5 വർഷത്തിന് ശേഷം ജാമ്യം നൽകിയത്. ഇതിന് പിന്നാലെ തന്നെ ഈ പ്രൊഡക്ഷൻ വാറന്റ് വിചാരണ കോടതി നൽകുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതി ഇന്ന് ഹാജരാകണം. അതോടൊപ്പം തന്നെ ജാമ്യം പെട്ടെന്ന് തന്നെ നൽകണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കണമെന്ന പൾസർ സുനിയുടെ അപേക്ഷയും ഇന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പരിഗണനയിലുണ്ട്. പ്രധാനമായും പബ്ലിക് പ്രോസിക്യൂട്ടർ ഏത് രീതിയിൽ ഇതിനെ പ്രതിരോധിക്കുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് എന്തെല്ലാം തരത്തിലുള്ള വ്യവസ്ഥകളാണ് ഈ പൾസർ സുനിക്ക് മുമ്പിൽ വെക്കുക എന്നുള്ളതും മറ്റൊരു ചോദ്യമുണ്ട്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ജാമ്യ ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ തന്നെ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. വിചാരണ കോടതിയുടെ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാകണം ഈ ജാമ്യം നൽകുക എന്നുള്ളത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ തടസ്സങ്ങൾ ഇനി ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് അടുത്ത മണിക്കൂറുകളെ അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ 2017 ഫെബ്രുവരി 17 ഈ നടിയെ ആക്രമിച്ചതിന് ശേഷം 10 ദിവസത്തിന് ശേഷമാണ് അന്ന് പൾസർ സുനിയും കൂട്ടാളികളും കോടതിയിൽ ഹാജരാകാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് ശ്രമകരമായി ഒരു സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. കോടതി മുറ്റത്ത് വെച്ച് പൾസർ സുനിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഇതുവരെ പൾസർ സുനിക്ക് ഇടയ്ക്ക് അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾ പങ്കെടുക്കാനായി പുറത്തിറങ്ങിയതല്ലാതെ പുറത്തിറങ്ങാൻ സാധിച്ചിട്ടില്ല. ഇത് കൂടാതെ തന്നെ 2017 ജൂലൈയിൽ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പൾസർ സുനി പറഞ്ഞത് ഈ ആക്രമണത്തിന് പിന്നിൽ വമ്പൻ സ്രാവുകൾ ഉണ്ട് എന്നായിരുന്നു. അന്നത് പറഞ്ഞ് അതിന്റെ പിന്നാലെ തന്നെ ദിലീപ് അറസ്റ്റിലാവുകയും ചെയ്തു. ഇനി ഈ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമ്പോൾ പൾസർ സുനി എന്തെല്ലാം കാര്യങ്ങളാകും പറയുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതല്ല, വിചാരണ കോടതിയിലിരിക്കുന്ന വിഷയമാണ്. വിചാരണ ഘട്ടത്തിലിരിക്കുന്ന ഒരു കേസ് ആയതുകൊണ്ട് തന്നെ കേസിനെ കുറിച്ച് കൂടുതൽ മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന കർശന നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് വിചാരണ കോടതിക്ക് അടക്കം പുറപ്പെടുവിക്കാനാകും. അത്തരം നിർദ്ദേശങ്ങൾ ഉണ്ട് എങ്കിൽ പൾസർ സുനിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാനാകില്ല. എങ്കിൽ പോലും അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള പൾസർ സുനിയുടെ ഭാഗത്തുള്ള വെളിപ്പെടുത്തൽ ഉണ്ടാകുമോ എന്നുള്ളതും നമ്മൾ നോക്കിക്കാണുന്നുണ്ട്. കാരണം അന്ന് തന്നെ ഇക്കാര്യത്തിൽ വലിയ വെളിപ്പെടുത്തലുകൾ നടത്താനുള്ള ശ്രമം പൾസർ സുനി നടത്തുകയും എന്നാൽ അന്വേഷണ സംഘം തടയുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 7.5 വർഷത്തിന് ശേഷം സുപ്രീം കോടതി ജാമ്യം പൾസർ സുനിക്ക് നൽകിയിരിക്കുന്നത്. മറ്റു നിയമ തടസ്സങ്ങളില്ലെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി പൾസർ സുനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാകും. വ്യക്തമാണ്. സൈഫുന്നിസ അലിയാറാണ് വിശദാംശങ്ങൾ നൽകിയത്.